ഹാംസ്ട്രിങ് സ്ട്രെച്ചാണ്. നമ്മുടെ ഈ ബാക്ക് വശം സ്ട്രെച്ച് ആവാനായത്, അതായത് തുടയുടെ പിൻവശത്ത് നല്ലൊരു സ്ട്രെച്ച് കിട്ടും. അതുപോലെ ഹാംസ്ട്രിങ്ങിൻ്റെ കൂടെ നമ്മൾ ഫ്രോഗ് പൊസിഷനിലോട്ടും കൂടി പോകുന്നുണ്ട്. തിരികെ പയ്യെ മേലോട്ട് തന്നെ വരാം. ചെറിയൊരു ബെൻഡ് നമ്മുടെ മുട്ടുകാലിന് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ പുറകാല് സ്ട്രെച്ച് ആവാൻ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. തിരിച്ച് പയ്യെ ഒരു ഫ്രോഗ് പൊസിഷനിലോട്ട് പോകാം. നമുക്ക് പതുക്കെ ചെയ്താൽ മതി. ആ സ്ട്രെച്ച് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം. സൈഡ് പോസ് ജസ്റ്റ് നമ്മൾ ചൈൽഡ് പോസ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ സൈഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ കൈകൾ തിരികെ സെൻറ്ററിലേക്ക് വരിക. തിരിച്ച് ലെഫ്റ്റ് സൈഡിലോട്ടും കൂടി പോവാം. നമ്മുടെ സൈഡുകൾ നന്നായിട്ട് സ്ട്രെച്ചാണ് നമുക്കറിയാൻ പറ്റും. തിരിച്ച് സെൻറ്ററിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ കോബ്ര പൊസിഷനിലോട്ട് പോകാം. ജസ്റ്റ് അല്ല മേളിലോട്ട് എടുത്താൽ നമ്മുടെ അരഭാഗം ഫ്ലോറിനോട് തന്നെ വെക്കുക. തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരാം. അടുത്ത സ്ട്രെച്ച് നമ്മൾ കൈകൾ ഒരുമിച്ച് വെച്ചിട്ട് ലെഫ്റ്റ് കൈൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് കൈ മുകളിലേക്ക് ഇറക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ മുട്ടുകൈ പയ്യെ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ടച്ച് ചെയ്ത് വെക്കുക. നമ്മുടെ തൈസിൻ്റെ ഇന്നർ തൈസൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആവണം അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് നമ്മുടെ റൈറ്റ് കാല് വെക്കുക. നമ്മുടെ ഏറ്റവും നല്ല സ്ട്രെച്ചുകളിൽ ഒരെണ്ണമാണത്. നമ്മുടെ ലോവർ ബോഡിയും അപ്പർ ബോഡിയും എല്ലാം ഒരു സ്ട്രെച്ചിലേക്ക് വരുന്നുണ്ട് ഈ ഒരു പൊസിഷനിൽ. നമുക്ക് നടുവിന് ചെറിയൊരു സ്ട്രെച്ച് കൊടുക്കാൻ ലംബാർ സ്ട്രെച്ചാണ്. അപ്പോൾ ജസ്റ്റ് കിടന്നിട്ട് റൈറ്റ് കാല് ആദ്യം പൊക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുക. നമ്മുടെ അപ്പർ ബോഡി ഗ്രൗണ്ടിൽ തന്നെ ഇരുന്നാൽ മതി. അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണ്ട.
നമ്മുടെ അരയുടെ ഭാഗത്തുള്ള ഞട്ടുകളെ കൂടിയാണ് നമുക്ക് അറിയാൻ പറ്റും. തിരികെ പയ്യെ ഫ്രണ്ടിലോട്ട് ഒന്നും കൂടി കൊണ്ടുവരാം. പിന്നെയും ആ സൈഡിലോട്ട് തന്നെ നമുക്ക് ഒന്നും കൂടി പോകാം. നല്ലൊരു സ്ട്രെച്ച് നമുക്കറിയാൻ പറ്റും നമ്മുടെ നടുവിൻ്റെ ഭാഗത്തും അരഭാഗത്തും ഒക്കെ ആയിട്ട്. പതുക്കെ കാലുകൾ ബാക്ക് ടു പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് ഇനി അമ്മ അടുത്ത കാലാണ് ചെയ്യുന്നത്. തിരികെ മേളിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആ സൈഡിലേക്ക് തന്നെ സ്ട്രെച്ച് പോകാം നമുക്ക്. തിരികെ കാലുകൾ ബാക്ക് ടു പൊസിഷൻ. അപ്പോൾ അടുത്ത് ലഞ്ച് സ്ട്രെച്ചാണ് നമുക്ക് വരുന്നത്. നമ്മൾ ലഞ്ച് പൊസിഷനിൽ ഇരുന്നിട്ട് സ്ട്രെച്ച് ചെയ്യണതാണ്. ഇതുണ്ടോ, അതുകൊണ്ട് തിരികെ പയ്യെ നേരെ ഇങ്ങോട്ട് വരാം. നമ്മുടെ ഓപ്പോസിറ്റ് കാലുമ്പോൾ ഇരിക്കുക. അപ്പോൾ നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്ത് നല്ല സ്ട്രെച്ച് കിട്ടും. അതുകഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി സ്ട്രെച്ചിലേക്ക് തന്നെ പോകാം. ബാക്കിലെ കാലിലും നമ്മുടെ റൈറ്റ് രണ്ട് കാലിലും നല്ല സ്ട്രെച്ച് കിട്ടുന്നൊരു വർക്കൗട്ടാണിത്. ചേഞ്ച് ചെയ്യാം. ഓപ്പോസിറ്റ് കാലാണ് ഞാൻ അമ്മ. ശരിക്കും ഒരു വലിച്ചിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഇങ്ങനെ എസ്പെഷ്യലി നമ്മുടെ പുറകിലത്തെ കാൽമ തിരികെ നമ്മൾ ഇത് ബാക്കോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ കാൽമ സ്ട്രെച്ച് വരുന്നത് നമ്മുടെ തൊഴയുടെ പിൻഭാഗത്ത്. അപ്പോൾ അടുത്തത് നമ്മുടെ 90 സ്ട്രെച്ചാണ്. നമ്മുടെ കാലുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ നടുവിനും കിട്ടുന്ന സ്ട്രെച്ചാണിത്. നമ്മുടെ ഹിപ്പിനൊക്കെ നല്ല സ്ട്രെച്ച് കിട്ടും. ഹിപ്പ് നല്ല സ്ട്രെങ്തൻ ആവാനും നല്ലൊരു എക്സസൈസാണത്. ഷിഫ്റ്റ് ചെയ്യുക അടുത്ത സൈഡിലേക്ക്. നമ്മുടെ കാലുകൾ ഒരു 90 പൊസിഷനിൽ തന്നെ തിരികെ പോകാം. നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ ഹിപ്പിലൊക്കെ ആ ഒരു ഫ്ലെക്സിബിൾ നമുക്ക് വരുന്നത് അറിയാൻ പറ്റും. ഹിപ്പ് സ്ട്രെങ്തൻ ആവണം നമുക്ക് ഫീൽ ചെയ്യും. ചെറിയൊരു പെയിൻ പോലെ നമുക്ക് ഹിപ്പിൻ്റെ അവിടെ ചിലപ്പോൾ തോന്നാം. അത് ഒരു സ്ട്രെച്ച് കിട്ടിയിട്ടാണ്. കൂടി പോകാം. അപ്പോൾ അടുത്തത് നമ്മുടെ തൊറാസിക് ആൻഡ് ബൈസപ്പ് സ്ട്രെച്ചാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെഞ്ചിൻ്റെ ഭാഗം വലിയാനും നമ്മുടെ ബൈസപ്പിന് ഒരുപോലെ സ്ട്രെച്ച് കിട്ടും. കാണിച്ചു തരാം. ജസ്റ്റ് കൈ ഇതുപോലെ ഹോൾഡ് ചെയ്യാം. ബാക്കോട്ട് സ്ട്രെച്ച് ചെയ്ത് കഴുത്ത് നമ്മൾ മേലോട്ട് കയറ്റി വെക്കുക. നമ്മുടെ നെഞ്ചിൻ്റെ അകത്തൊക്കെ നല്ലൊരു വലിവ് നമുക്ക് തോന്നും. ഒരു ശരിക്കും ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മുടെ ബൈസെപ്സ് ഒക്കെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്കൗട്ട് നമ്മൾ ഡെയിലി രാവിലെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു മസിൽ സ്റ്റിഫ്നെസ്സും ആ ഒരു പെയിനും ഒക്കെ മാറി കിട്ടും. നമ്മുടെ ബോഡി നല്ല ഫ്രീ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ്.